നമുക്ക് അസുഖം വരുമ്പോൾ നാം ചികിത്സിക്കണം, ഡോക്ടർമാരെ കാണണം, ആശുപത്രികളിൽ പോവണം. അത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന വലിയ സംവിധാനമാണ്, സൗകര്യമാണ്. നമുക്ക് അല്ലാഹുവിന്റെ നിർദ്ദേശം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചികിത്സിച്ചതായി ഹദീസുകളിൽ ധാരാളം കാണാം. റബ്ബുമായി ഇത്രയും ഏറെ അടുത്ത വേറെ ഒരു നേതാവുണ്ടോ? അഷ്റഫുൽ ഖൽഖല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളും രോഗത്തിന് ചികിത്സ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ചികിത്സ നടത്താതിരിക്കുക എന്നത് മുസൽമാന് ഭൂഷണമല്ല. മുസ്ലിമീങ്ങൾ ആ വഴി തെരഞ്ഞെടുക്കാൻ പാടില്ല. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ ഉസ്താദ് ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രസംഗമാണ്. എന്നാൽ ഇതിനു മുമ്പ് ഇദ്ദേഹം പ്രസംഗിച്ചിരുന്നത് ഇങ്ങനെയാണോ? അല്ല എന്നുള്ളതാണ്. നമ്മൾ ഒരു തവണ കാണിച്ചാണ്, ഒരിക്കൽ കൂടി നമുക്കതൊന്ന് കാണേണ്ടതുണ്ട്. കണ്ടു നോക്കൂ നിങ്ങൾ. മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന അഭിവന്യരായ സയ്യിദാണ് ബായാർ തങ്ങളുപ്പാപ്പ. ക്യാൻസർ രോഗം മാറിയവർ, അതുപോലെ മാരകമായ രോഗങ്ങൾക്ക് അവിടുത്തെ ഊത്തുകൊണ്ട് വെള്ളം കൊണ്ട് അവിടുത്തെ ഊത്തുകൊണ്ട് വെള്ളം കൊണ്ട് വലിയ ഔഷധമായി ശിഫയായി ലഭിച്ച നൂറുകണക്കിന് ആയിരക്കണക്കിന് അനുഭവങ്ങൾ പലർക്കും പറയാനുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാ തങ്ങൾ ഈ വേദിയിലെത്തി. മനസ്സിലാകുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. ഇനി ഇതേ മനുഷ്യൻ തന്നെ കുറച്ചും കൂടി മുമ്പ് പ്രസംഗിച്ച ഒരു പ്രസംഗം കൂടിയുണ്ട്, കേൾക്കാം നമുക്ക്. പാപികളായ ആഖിറുൽ സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തേ പറഞ്ഞത്? ചണ്ടിച്ചരക്കുകളായ ചണ്ടി ചാപ്പ് ചവറന്നെ. നിങ്ങൾ തലയിൽ കെട്ടിയിട്ടിച്ചിട്ടൊന്നും ചണ്ടിയും ചരക്കും അല്ലാണ്ടായിട്ടില്ല, ചപ്പ് ചവറ ആവാണ്ടിരുന്നിട്ടില്ല. ഷെയ്ഖുനെയാണ് ഇവർക്കൊക്കെ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇനി തൂറാബ് തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു തങ്ങളുണ്ട്. മൂപ്പര് പറഞ്ഞ ഒരു വിഷയം അതിന്ന് വൈറലായിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണ്? ആശുപത്രി പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ പ്രസവിച്ചോളി എന്നാണ് മൂപ്പര് പറയുന്നത്. എന്നാണ് മൂപ്പര് അത് തിരുത്തുക എന്നറിയില്ല. എന്തായാലും തിരുത്തുന്നതിന് മുമ്പ് ആ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എന്താണ് നിയമമുണ്ട്? ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിക്കണം, ഇവിടുത്തെ കോടതി നിയമറ്റത്, ഗവൺമെന്റ് നിയമറ്റ, എല്ലാവരും മാറിയിരുന്നു. എല്ലാവരും കുറ്റപ്പെടുത്താണ്. ഹോസ്പിറ്റൽ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന പോലെ കുറ്റപ്പെടുത്താണ്. വീട്ടിൽ നിന്ന് പ്രസവം എടുക്കുന്ന ആ പാവ ഉമ്മയെ കുറ്റപ്പെടുത്താണ്. വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ പ്രോത്സാഹിപ്പിച്ചവരൊക്കെ കുറ്റപ്പെടുത്താണ്. വല്ലാത്തൊരു ലോകം. ഏതെങ്കിലും പള്ളി കയറിയിട്ട് വാർപ്പങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണാ പള്ളി കയറിയ വാർപ്പ് ഒറ്റ കുട്ടി പള്ളി പോണ്ടെന്നും പറയാൻ മടിക്കൂല. എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് സമൂഹം അപ്പത്തുണ്ട് പ്രശ്നങ്ങളാഴ്ച ഒരു പ്രസവം നടന്നു ഇവിടെ. പടച്ചോനെ, എന്തൊക്കെ സംഭവിച്ചു ഇവിടെ? ഹോസ്പിറ്റലിൽ എന്തൊക്കെ കുലുമാലി നടക്കുന്നു, എന്തൊക്കെ അക്രമങ്ങൾ നടക്കുന്നു. അത് പിന്നെ കൊല്ലാനുള്ള ലൈസൻസ് എന്നാ ചില ആൾക്കാർ ആ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ചില ആളുകൾ പറയുന്നത്. അവിടെ ഒന്നും ഒരു തെറ്റും ചെയ്താൽ ഒരു പറച്ചിലും ഇല്ല, ചോദ്യവും ഇല്ല, എന്തു ആവാന്നുള്ള ആ സ്ഥാനത്ത് എന്താണ് നിയമമുണ്ട്? ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിക്കണം, ഇവിടുത്തെ കോടതി നിയമറ്റത്, ഗവൺമെന്റ് നിയമറ്റ, അവരവരുടെ സൗകര്യമാണ്. ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ല, അവരെന്താക്കണം? നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. എല്ലാരും മാറി, പേടിച്ചു. എല്ലാരും കോടതിയും പോലീസും നിയമവും കേസും ഒക്കെ പേടിച്ചു. എല്ലാരും മാറിയിരുന്നു. എല്ലാരും കുറ്റപ്പെടുത്താണ്. ഹോസ്പിറ്റൽ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന പോലെ കുറ്റപ്പെടുത്താണ്. വീട്ടിൽ നിന്ന് പ്രസവം എടുക്കുന്ന ആ പാവ ഉമ്മയെ കുറ്റപ്പെടുത്താണ്. വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ പ്രോത്സാഹിപ്പിച്ചവരൊക്കെ കുറ്റപ്പെടുത്താണ്. വല്ലാത്തൊരു ലോകം. ഇങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും ഏതിൻ്റെങ്കിലും പേരിൽ കുടുങ്ങിയാൽ, ഏതെങ്കിലും പള്ളി കയറിയിട്ട് വാർപ്പങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണാ പള്ളി കയറിയ വാർപ്പ് ഒറ്റ കുട്ടി പള്ളി പോണ്ടെന്നും പറയാൻ മടിക്കൂല. ഈ രൂപത്തിൽ നമ്മളെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവനവന്റെ ഈമാൻ ശക്തമായി കാത്തു സൂക്ഷിച്ചാൽ അവനവന് രക്ഷപ്പെടാം. ഇനിയിപ്പോ എല്ലാരും ഒന്നും തുറന്നു പറഞ്ഞിട്ട് ആരും രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. എല്ലാരും തോന്നിവാസങ്ങളുടെ മുമ്പിൽ പലതും പൊട്ടിമുളക്കാണ്.
ഇവരെ പോലെയുള്ള മുസ്ലിയാക്കന്മാരെ, ഇവരെ വലിയ പുണ്യപുരോഹിതന്മാരായിട്ട് കണ്ടു നടക്കുന്ന ഈ അന്ധവിശ്വാസികളായ ജനക്കൂട്ടം, ഇവർ ഇതുപോലെയുള്ള മുസ്ലിയാക്കന്മാർ പറയുന്നത് കേട്ട് അവരെന്താ ചെയ്യുക? അവർ ഏതെങ്കിലും ഒരു പെൺകുട്ടി പ്രസവവേദനയുമായിട്ട് പുളയുന്ന സമയത്ത് തൂറാബുകൾ പറഞ്ഞിട്ടുണ്ട്, ആസ്പത്രിക്കൊന്നും പോകണ്ട, നമുക്ക് നമ്മളെ പെരിയിൽ തന്നെ പ്രസവിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രസവിപ്പിക്കും. പിന്നീട് എന്താണ് സഹോദരന്മാരെ സംഭവിക്കുക? സിറാജുദ്ദീൻ ലത്തീഫിയുടെ ഭാര്യയ്ക്ക് എന്താണോ സംഭവിച്ചത് അതല്ലേ ആ സാധു പെൺകുട്ടിക്കും സംഭവിക്കാൻ പോകുന്നത്. രക്തം വാർന്ന് ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുന്നു. ആ പിഞ്ചോമനയെ ഒരു നോക്ക് കാണുവാൻ, ഒന്ന് മുത്തുവാൻ, ഒരു തുള്ളി മാതൃത്വം ചുണ്ടുകളിലേക്ക് നുകർന്നു കൊടുക്കുവാൻ കഴിയാതെ മരണത്തിൻ്റെ പിടിയിലകപ്പെട്ട് പോവുകയല്ലേ ചെയ്യുന്നത്. അതിന് ഇതുപോലെയുള്ള ജൽപ്പനങ്ങൾ, ഇതുപോലെയുള്ള വിവരക്കേടുകൾ ആണ് പ്രചോദനമാകുന്നത്. ഇതിനെതിരെ സർക്കാർ നടപടിയെടുക്കണം എന്നാണ് ഈ ഉള്ളവന് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.